Hello guys, welcome to mfc-creations. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോസ്റ്റിനെ ഐഡി വെച്ച് ഫെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കി. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പോസ്റ്റ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു റൗട്ട് എഴുതണം. സോ നേരെ പോസ്റ്റ് റൗട്ടിലോട്ട് പോവാം. ഓക്കെ, ദെൻ ഞാനൊരു ഈ റൗട്ട് ഞാൻ കോപ്പി ചെയ്തു. ദെൻ ഇവിടെ ഗെറ്റിന് പകരം ഞാൻ പുട്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ പുട്ട് മെത്തേഡ് കൊടുക്കാം. ദെൻ ഇവിടെ ഏത് പോസ്റ്റാണ് എഡിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഐ ഡി ഞാൻ പാരംസിൽ വാങ്ങുന്നുണ്ട്. ദെൻ നമുക്ക് മിഡിൽ വെയർ വേണം. ഇനി ഇതിനൊരു വാലിഡേഷൻ മിഡിൽ വെയർ കൊടുക്കണം. നമ്മൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന അതേ DTO തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു വാലിഡേഷൻ മിഡിൽ വെയർ കൂടെ നമ്മളിവിടെ പാസ് ചെയ്തു. ഇനി കൺട്രോളിലുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ പോസ്റ്റ് ബൈ ഐഡിക്ക് പകരം നമുക്ക് അപ്ഡേറ്റ് പോസ്റ്റ് എന്ന് നെയിം കൊടുക്കാം. ഓക്കെ, ഇനി കൺട്രോളിലോട്ട് പോയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ ഈ ഫെച്ചിൻ്റെ ഇതുപോലെ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുത്തു. ഓക്കെ, സോ ഫെച്ച് പോസ്റ്റ് ബൈ ഐഡിക്ക് പകരം അപ്ഡേറ്റ് പോസ്റ്റ് എന്ന് നെയിം കൊടുത്തു. ഓക്കെ, ഇവിടെ എനിക്ക് ഡാറ്റ എടുക്കണം. സോ ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, കോൺസ്റ്റ് യൂസർ ഡാറ്റ ഫോർ അപ്ഡേറ്റ് ഡാറ്റ ടു റിക്വസ്റ്റ് ഡോട്ട് ബോഡി ആസ് ക്രിയേറ്റ് പോസ്റ്റ് DTO. ഓക്കെ, ഇത് സെയിം സംഭവം നമ്മൾ ക്രിയേറ്റ് പോസ്റ്റിൽ ചെയ്തിട്ടുള്ള അതേ സംഭവം തന്നെ നമ്മൾ ഇവിടെയും കൊടുത്തു. ദെൻ ഇനി യൂസർ നമുക്ക് സർവീസിനകത്ത് ഒരു ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ നെയിം അപ്ഡേറ്റ് പോസ്റ്റ്. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത ഡാറ്റ പാസ് ചെയ്യണം, അപ്ഡേറ്റ് ഡാറ്റ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏത് പോസ്റ്റാണോ എഡിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ID കൂടെ കൊടുക്കണം. സോ അത് വരുന്നത് റിക്വസ്റ്റ് പാരാംസിലാണ്. സോ റിക്വസ്റ്റ് ഡോട്ട് പാരാംസ് ഡോട്ട് ID. ഓക്കെ, ഇനി സേവ് ചെയ്യാം. ഇനി നേരെ നമ്മുടെ സർവീസിലോട്ട് പോകും, പോസ്റ്റ് സർവീസ്. ഈ പോസ്റ്റ് സർവീസിനകത്ത് ഞാൻ ഈ ഫംഗ്ഷൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. ദെൻ ഇവിടെ ഞാൻ അപ്ഡേറ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ID എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ഡാറ്റയും വേണം. അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് പോസ്റ്റ് DTO ആണ്. സോ ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ആ പോസ്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിലുള്ള ഈ കോഡ്സ് അങ്ങ് ഒഴിവാക്കാം. ഇനി ഇവിടെ ഫൈൻഡ് വൺ അല്ല, ഇവിടെ നമ്മൾ നമ്മുടെ Sequelize തരുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ അപ്ഡേറ്റ് പ്രധാനമായിട്ട് 2 പാരാമീറ്റേഴ്സാണ് എടുക്കുന്നത്. ആദ്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റ കൊടുക്കണം, അതിനുശേഷം നമ്മൾ കണ്ടീഷൻ കൊടുക്കണം. ഈ സെയിം സംഭവം നമ്മൾ ഓത്ത് സർവീസിൽ മുമ്പ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ യൂസർ വെരിഫൈ ചെയ്യുമ്പോൾ അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈസ് വെരിഫൈഡ് ട്രൂ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ യൂസർ ഡോട്ട് അപ്ഡേറ്റ് വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ആദ്യം അപ്ഡേറ്റ് ചെയ്യേണ്ട ഡാറ്റ കൊടുക്കും, അതിനുശേഷം നമ്മൾ കണ്ടീഷൻ കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് അപ്ഡേറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് അത് തന്നെ ചെയ്യാം. ഇവിടെ നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് അപ്ഡേറ്റ് ചെയ്യേണ്ട ഡാറ്റയാണ്. സോ അത് ഓൾറെഡി ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. സോ നമുക്ക് ഡാറ്റ എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കണ്ടീഷൻ കൊടുക്കണം. അതിന് ID ആണ് നമ്മൾ മാച്ച് ചെയ്യുന്നത്. സോ IDക്ക് നമുക്ക് ID ട്രൂ, നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്ന അതേ ID ആണ്. സോ ചുമ്മാ ID എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇത് റിട്ടേൺ ചെയ്യേണ്ടത്, ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ റെക്കോർഡ് നമുക്ക് റിട്ടേൺ ചെയ്യണം. സോ അതിനായിട്ട് റിട്ടേണിങ് ട്രൂ കൂടെ കൊടുക്കാം. ഓക്കെ, സോ ഇതിവിടെ പോസ്റ്റ് റിട്ടേൺ ചെയ്യും. സോ ഞാനിപ്പോൾ ഒരു വേരിയബിളോട്ടിട്ട് കോൺസ്റ്റ് പോസ്റ്റ് ഈക്വൽ ടു അവൈറ്റ് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ എറർ വരാൻ കാരണം നമുക്ക് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് പോസ്റ്റ് ആട്രിബ്യൂട്ട്സ് ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്. തൽക്കാലം ഞാനിവിടെ എനി കൊടുത്തു, നമുക്കത് മാറ്റാം. സോ ഞാൻ ഇവിടുന്ന് പോസ്റ്റ് റിട്ടേൺ ചെയ്തു, റിട്ടേൺ പോസ്റ്റ്. ഓക്കെ, ഇനി അത് സേവ് ചെയ്തു. എൻ്റെ റൗട്ട് ഫയലും ഞാൻ സേവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ നേരെ പോസ്റ്റ് മേലെ പോവാം, പുതിയൊരു റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അപ്ഡേറ്റ് പോസ്റ്റ്. ഓക്കെ, നമ്മുടെ റൗട്ടോടെ കൊടുക്കാം, ലോക്കൽ ഹോസ്റ്റ് 3000 API/post. അതിൻ്റെ മെത്തേഡ് വരുന്നത് പുട്ടാണ്. ഓക്കെ, ഇതിന് ടോക്കൺ കൊടുക്കണം. സോ നമ്മൾ ടോക്കൺ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നേരെ കോപ്പി ചെയ്ത് അപ്ഡേറ്റ് പോസ്റ്റിൻ്റെ ഹെഡറിൽ പോവാം. ഇവിടെ ഓതറൈസേഷൻ എന്ന് പറയുന്ന കീ ഉണ്ട്, അതിനകത്ത് നമ്മൾ ടോക്കൺ കൊടുത്തു. ഓക്കെ, നമുക്ക് ബോഡി കൊടുക്കണം. സോ ബോഡിയിൽ വരുന്നത് ഡിസ്ക്രിപ്ഷനാണ്, ഡിസ്ക്രിപ്ഷൻ്റെ ടൈറ്റിലാണ്. ഓക്കെ, ദെൻ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ ഞാനിപ്പോൾ ഇവിടെ അപ്ഡേറ്റഡ് ടൈറ്റിൽ എന്ന് കൊടുത്തു. ദെൻ ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, ഡിസ്ക്രിപ്ഷൻ updated
ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, നമുക്കറിയാം നമ്മൾ നേരത്തെ ഈ 8ാം നമ്പർ പോസ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ടൈറ്റിൽ test22 ആണ്. സോ ഇതിൻ്റെ കൂടെ നമ്മൾ ഐഡിയോടെ കൊടുത്തു. ഇനി ഹിറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്കൊരു എറർ അടിക്കുന്നുണ്ട്. അപ്ഡേറ്റ് പോസ്റ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓൺ സർവീസ്. സോ പോസ്റ്റ് സർവീസ് അപ്ഡേറ്റ് പോസ്റ്റ് ഫങ്ഷൻ ഉണ്ട്. നമുക്ക് കൺട്രോളറിൽ പോയി നോക്കാം. അപ്ഡേറ്റ് പോസ്റ്റ് അതുണ്ടല്ലോ, നമുക്കൊന്നുകൂടെ ക്ലോസ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. npm റൺ ചെയ്തു, നമ്മുടെ ആപ്പ് റണ്ണായി. ഇനി പോസ്റ്റ്മാനിൽ പോയിട്ട് ഞാൻ ഒന്നുകൂടെ ഹിറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്കിവിടെ ഡാറ്റക്കകത്ത് 0 ആൻഡ് empty വരെ വന്നുള്ളത്. അതിന് കാരണം നമ്മളിവിടെ കൊടുത്ത നമ്പർ 2 ആണ്. സോ നമ്മൾ ഫെച്ച് പോസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 2 എന്ന് പറയുന്ന ഐഡിയയിൽ ഒരു പോസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ റിട്ടേൺ ചെയ്തത്. സോ നമുക്കിവിടെ 8 എന്ന് കൊടുക്കാം. ഇനി ഹിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ പോസ്റ്റ് ഒരു റെക്കോർഡ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ അപ്ഡേറ്റ് ആയിട്ടുള്ള റെക്കോർഡ് നമുക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ടൈറ്റിൽ അപ്ഡേറ്റ് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷനും മാറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനെ റിട്ടേൺ ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് മാത്രം റിട്ടേൺ ചെയ്യണം. സോ അതിനായിട്ട് നേരെ കോഡിൽ പോവാം. ഇവിടെ നമ്മുടെ പോസ്റ്റ് സർവീസിനകത്ത് പോയിട്ട് ഇവിടെ റിട്ടേൺ പോസ്റ്റിന് പകരം പോസ്റ്റിലുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു അറേയാണ്. ഈ അറേക്കകത്തുള്ള സെക്കൻഡ് എലമെൻറ്റിൽ ഫസ്റ്റ് ഒബ്ജക്റ്റ്. സോ ഇങ്ങനെ കൊടുക്കാം. ദെൻ ഇനി ഇവിടെ നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസ് കൊടുക്കാം. സോ ഇവിടെ പോസ്റ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് കൊടുക്കാം. സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ DBയിൽ പോയി ഇവിടെ പോസ്റ്റ്മാനിൽ പോയിട്ട് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പോസ്റ്റ് ഫെച്ചഡ് അല്ല, നമുക്ക് ആ മെസ്സേജ് കൂടെ ഒന്ന് മാറ്റി കൊടുക്കാം. പോസ്റ്റ് കൺട്രോളറിൽ പോയിട്ട് പോസ്റ്റ് അപ്ഡേറ്റഡ് ഇനി ഹിറ്റ് ചെയ്യാം. ഇപ്പോൾ പോസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കുറച്ച് വാലിഡേഷൻസ് വെക്കണം. അതായത് എൻ്റെ പോസ്റ്റ് എനിക്ക് മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പോയിട്ട് വേറൊരാളെ പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന ലോജിക്ക് പ്രകാരം ഏത് പോസ്റ്റും ഈ ID കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വാലിഡേഷൻ വെക്കണം. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് വേണ്ടത് ആ പോസ്റ്റിൻ്റെ യൂസർ ID യും, നമ്മൾ ഓരോ പോസ്റ്റിലും ഒരു യൂസർ ID സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ ഈ പോസ്റ്റിലെ യൂസർ ID യും ഇത് ഹിറ്റ് ചെയ്യുന്ന യൂസറുടെ ID യും ഈ സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ഓപ്പറേഷൻ അലോ ചെയ്യാൻ പാടുള്ളൂ. സോ അതിനായിട്ട് നമുക്കറിയാം നമ്മൾ ഓത്തൻറ്റിക്കേഷൻ മിഡിൽവെയർ കൊടുത്തിട്ടുണ്ട്. സോ request.userൽ കറണ്ട് യൂസർ ഡാറ്റ കിട്ടും. ഓക്കെ, സോ അതുകൂടെ നമുക്ക് ഈ സർവീസിലോട്ട് പാസ് ചെയ്യണം. സോ ഞാൻ കൺട്രോളറിൽ നിന്ന് request.user.id കൂടെ പാസ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഈ അപ്ഡേറ്റ് പോസ്റ്റ് എന്ന് പറയുന്ന സർവീസിനകത്ത് പോയിട്ട് അതുകൂടെ സ്പെസിഫൈ ചെയ്യണം. സോ ഞാനിവിടെ യൂസർ എന്ന് കൊടുത്തു. അത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്ട്രിങ് ആണ്. ഓക്കെ, ഇനി ഞാനിവിടെ പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ആ പോസ്റ്റ് ഫെച്ച് ചെയ്യണം. സോ കോൺസ്റ്റ് പോസ്റ്റ് ഈക്വൽ ടു await പോസ്റ്റ് ഡോട്ട് ഫൈൻഡ് 1. ഓക്കെ, സോ വേർ ID എന്ന് പറയുന്നത് ഈ പാസ് ചെയ്തിട്ടുള്ള ID. ഓക്കെ, സോ ഇവിടെ നെയിം ഞാനിവിടെ ഇതിന് പകരം അപ്ഡേറ്റഡ് പോസ്റ്റ് എന്ന് കൊടുക്കും. ഇത് തന്നെ ഇവിടെ റിട്ടേൺ ചെയ്തു. ഓക്കെ, ഇനി ചെക്ക് ചെയ്യേണ്ടത് ആ പോസ്റ്റിലുള്ള അതിൽ പോസ്റ്റ് ഉണ്ടോ നോക്കണം. സോ ആദ്യം ഇഫ് പോസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ഇല്ല എന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ത്രോ ചെയ്യണം. സോ അതിനായിട്ട് പോസ്റ്റ് ഞാനിവിടെ ത്രോ ഒരു സ്റ്റാറ്റസ് കോഡ് ഞാൻ 404 കൊടുത്തു. ദെൻ ഞാൻ മെസ്സേജ് ആയിട്ട് പോസ്റ്റ് നോട്ട് ഫൗണ്ട് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെക്ക് എന്ന് പറയുന്നത് പോസ്റ്റ് ഉണ്ടെങ്കിൽ ആ പോസ്റ്റിലുള്ള പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ആളും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ വരുന്ന ആളും ഒന്നാണോ നോക്കണം. ഓക്കെ, സോ അതിനായിട്ട് ഇഫ് പോസ്റ്റിലുള്ള യൂസർ ID ഈസ് നോട്ട് ഈക്വൽ ടു ഇവിടെ വരുന്ന യൂസർ ഇതാണെങ്കിൽ ഇയാൾക്ക് പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പാടില്ല. സോ ഇവിടെ നമുക്കൊരു എറർ മെസ്സേജ് പാസ് ചെയ്യാം. സോ ഇവിടെ സ്റ്റാറ്റസ് 404 അല്ല 403 ആണ്. ദെൻ നമുക്കൊരു മെസ്സേജ് കൊടുക്കാം. യു ഡോണ്ട് ഹാവ് പെർമിഷൻ ടു അപ്ഡേറ്റ് ദിസ് പോസ്റ്റ്. ഓക്കെ, ഇവിടെ ഒരു എറർ അടിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസർ അവിടെ ID ആണ് പാസ് ചെയ്യുന്നത്. ID സ്ട്രിങ് അല്ല, അതൊരു നമ്പറാണ്. ഓക്കെ, ഇനി സേവ് ചെയ്യുക. നമുക്കൊന്നുകൂടെ റൺ ചെയ്യാം.
നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ അപ്ഡേറ്റ് ടൈറ്റിൽ 1 എന്ന് കൊടുത്തു, ഞാൻ ഹിറ്റ് ചെയ്തു. പോസ്റ്റ് ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് വേറൊരു അക്കൗണ്ട് വെച്ചിട്ട് ഇതേ സെയിം പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. സോ അതിനായിട്ട് അതിൻ്റെ ടോക്കൺ വേണം. ഞങ്ങളുടെ ലോഗിനിൽ ഇപ്പോൾ നമ്മുടെ DBയിലുള്ള വേറൊരു അക്കൗണ്ട് എടുത്തു. ദെൻ ഈ ഇമെയിലിന് പകരം ഞാൻ ഇത് പേസ്റ്റ് ചെയ്തു. ഇത് ഞാൻ ഹിറ്റ് ചെയ്തു. പാസ്വേഡ് നോട്ട് മാച്ച്. സോ അതിൻ്റെ പാസ്വേഡ് എന്താ കൊടുത്തതെന്ന് ഓർമ്മയില്ല. നമുക്ക് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു അക്കൗണ്ട് എടുക്കാം. സോ ലോഗിനായി. ദെൻ ഇനി ടോക്കൺ എടുക്കാം. നമ്മൾ അപ്ഡേറ്റ് പോസ്റ്റിൽ ഹെഡറിൽ പോയിട്ട് ഞാൻ ഈ ടോക്കൺ ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഇനി ഞാൻ അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംതിങ് വെൻറ്റ് റോങ്. സോ നമുക്കൊരു കൺസോൾ നോക്കാം. പോസ്റ്റ് കൺട്രോളർ അപ്ഡേറ്റ് പോസ്റ്റ് ഇവിടെയാണ് അത് വരെ. സോ നമുക്ക് console.log എറർ കൊടുക്കാം. ദെൻ നമുക്കൊന്നുകൂടെ റൺ ചെയ്യാം. നോഡ് 3 അടിച്ചു, പക്ഷെ അത് റിട്ടേൺ ചെയ്തില്ല. എറർ വന്നു, പക്ഷെ അത് നമുക്ക് റിട്ടേൺ ആയില്ല. അതിന് കാരണം നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. സോ മെസ്സേജിൻ്റെ സ്പെല്ലിംഗ് മാറിയിട്ടുണ്ട്. സോ മെസ്സേജ് ഓക്കെ, ഇതേ സംഭവം എവിടെയും കൊടുക്കാം. സേവ് ചെയ്തു. നമുക്കൊന്നുകൂടെ ഹിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് എറർ മെസ്സേജ് ആയിട്ട് യു ഡോണ്ട് ഹാവ് പെർമിഷൻ ടു അപ്ഡേറ്റ് ദിസ് പോസ്റ്റ്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് ഒരു പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു API ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.